മുലയൂട്ടൽ സുസ്ഥിരമായ ഭാവിക്ക് വേണ്ടിയുള്ള നിക്ഷേപമാണ്. കുഞ്ഞിൻ്റെ ആദ്യ 1000 ദിവസങ്ങളിലെ പോഷണമാണ് ജീവിതകാലത്തെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം. മുലപ്പാൽ ഒരു സൗജന്യവും സുരക്ഷിതവും പോഷകസമൃദ്ധവുമായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. ഇത് കുഞ്ഞുങ്ങളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും പോഷകാഹാരക്കുറവ്, അണുബാധകൾ, ശിശുമരണ നിരക്ക് എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു. അതുവഴി ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യ സാമ്പത്തിക ഭാരവും കുറയുന്നുണ്ട്. ഈ ഒരു സന്ദേശമാണ് വ്യാപകമായി നമ്മളുടെ സമൂഹത്തിലേക്ക് നമ്മൾ പ്രചരണം നടത്തേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇനിയുള്ള 7 ദിവസക്കാലം വിവിധ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ അംഗനവാടികൾ കൂടുതൽ സജീവമാവുന്നത്. അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു. കൃത്യമായി ഷെയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തടസ്സം കൂടാതെ, മുടക്കം കൂടാതെ നിങ്ങൾക്ക് കിട്ടുന്നതിനാണ് പോഷകഭാഷ എന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. അതായത് 1000 കുടുംബങ്ങൾ ഒരൊറ്റ സന്ദേശം, അതായത് ഞങ്ങൾ കുഞ്ഞിന് ആദ്യ മണിക്കൂറിൽ മുലയൂട്ടും എന്നുള്ള ഈ സന്ദേശമാണ് നമ്മൾ സംസ്ഥാനത്തുള്ള മുഴുവൻ അംഗനവാടി പ്രവർത്തകരും ഏറ്റെടുക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം 2-ാം തീയതി നമുക്കറിയാം അവധിയാണെങ്കിലും ഓൺലൈനായിട്ട് തന്നെ മുലയൂട്ടൽ വാരാചരണത്തിൻ്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കും. ആയതുകൊണ്ട് പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട അനുയോജ്യരായിട്ടുള്ള ഗുണഭോക്താക്കളായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മുലയൂട്ടുന്ന അമ്മമാരും ഗർഭിണികളും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. ഇവരെല്ലാം തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്ലക്കാർഡുകൾ ഏന്തി നിൽക്കുന്ന ചിത്രമാണ് നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. വാട്സാപ്പ് ചാനലിൽ സ്റ്റാറ്റസ് വെക്കേണ്ടത്. യൂട്യൂബുകൾ, ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം നടത്താൻ കഴിയും. അത്തരത്തിൽ ഓരോ പ്ലക്കാർഡുകളിലും കൃത്യമായി 6 മാസം വരെ മുലപ്പാൽ മാത്രമേ ഞാൻ നൽകൂ, അതേപോലെ 6 മാസം മുതൽ 2 വയസ്സ് വരെ പൂരകാഹാരത്തോടൊപ്പം മുലയൂട്ടൽ തുടരും എന്നീ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്ലക്കാർഡുകളിൽ തെളിഞ്ഞു വരേണ്ടത്. ഈ ഒരു നിർദ്ദേശം കൃത്യമായി അവരിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ സെഷൻ ചെയ്യുന്നത്. ഈ സെഷൻ്റെ ലിങ്കുകളും കൃത്യമായി ആ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള ഒരുപാട് ചിത്രങ്ങൾ ശേഖരിച്ചു കൊണ്ടായിരിക്കണം നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഇതെല്ലാം ക്യാമ്പയിൻ ചെയ്യേണ്ടത്. ഈവൻ നിങ്ങളുടെ വാട്സപ്പിലെ സ്റ്റാറ്റസ് പോലും നിങ്ങൾക്ക് ഇത്തരത്തിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നടത്താൻ കഴിയും. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ബ്ലോക്ക് ലെവലിലേക്ക് ഇത്തരത്തിലുള്ള എല്ലാ ചിത്രങ്ങളും ക്രോഡീകരിച്ച് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം തന്നെ സംസ്ഥാന മിഷനിലേക്ക് നമുക്ക് അയക്കേണ്ടതുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നാളത്തെ പ്രവർത്തനം, അതായത് ഓഗസ്റ്റ് 2-ാം തീയതിയിലെ പ്രവർത്തനം കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ളതാവുക. മുലയൂട്ടൽ വാരാചരണത്തിൻ്റെ തീമുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിഷയം മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കുന്നതോ കൃത്യമായത് യഥാർത്ഥമായിട്ടുള്ള ഗുണഭോക്താക്കളിലേക്ക് എത്തി സമൂഹത്തിൽ മുഴുവൻ ബോധവൽക്കരിക്കുക എന്നുള്ള ലക്ഷ്യം നിങ്ങൾ ഏറ്റെടുക്കുക. ഒരുപാട് ടീച്ചേഴ്സിന് സംശയമുണ്ട്. കാരണം നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ പോഷൻ മിഷൻ്റെ ഭാഗമായിട്ട് ചെയ്തു വരുന്നുണ്ട്. പോഷന്മായ ആയിക്കോട്ടെ, സ്വച്ഛതാ പക്കോട ആയിക്കോട്ടെ, അതിലെല്ലാം തന്നെ ജൻ ആന്തോളൻ എൻട്രി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ജൻ ആന്തോളൻ എൻട്രി ഈ മുലയൂട്ടൽ വാരാചരണവുമായി ബന്ധപ്പെട്ട് നാളെ ഇതുവരെ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും ലിങ്കുകളിൽ കയറി എത്ര ഗുണഭോക്താക്കളെ പങ്കെടുത്തു എന്നോ എത്ര പേര് ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്നോ എന്നുള്ള നിർദ്ദേശങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നുമില്ല. നിങ്ങൾ സാധാരണ 2-ാം തീയതി ചെയ്യുന്ന പ്രവർത്തനം ഓൺലൈനായിട്ട് തന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക്, അമ്മമാരുടെ ഗ്രൂപ്പുകളുണ്ടാവും, അല്ലെങ്കിൽ ഗർഭിണികളുടെ ഗ്രൂപ്പുകളുണ്ടാവും, അതിലേക്കൊക്കെ തന്നെ ഈ പറയുന്ന ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവരിലേക്ക് എത്തിക്കുക. ഓരോ പ്രവർത്തനത്തിൻ്റെയും ഭാഗമാവാൻ പ്രത്യേകം ഓരോ ദിവസങ്ങളിലും നിങ്ങളിലേക്ക് എത്തുന്ന നിർദ്ദേശം പോലെ തന്നെ അവരുടെ ഗ്രൂപ്പുകളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ അവർക്കൊക്കെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ നമ്മളെ പ്രവർത്തനങ്ങളെ കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാനും കഴിയുകയുള്ളൂ. അത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ നാളെ അവധി ദിനമാണ്, ഞങ്ങൾക്ക് ഒഴിവില്ല എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഒരു അംഗനവാടിയെ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രവർത്തകരാണ്. ആയതുകൊണ്ട് തന്നെ ഇതൊരു ഉത്തരവാദിത്തത്തോടു കൂടി ഏറ്റെടുത്തുകൊണ്ട് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് എന്ന് പറയുന്നത് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന കാര്യമാണ്. അതിൽ ശനിയെന്നോ ഞായറെന്നോ ഇല്ല. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ. പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യമായി അടുത്ത ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇത്തരത്തിൽ പോഷകഭാഷ എന്ന ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളെ വാട്സപ്പ് ചാനൽ പോഷകഭാഷ. നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഉടനെ ഈ കാര്യങ്ങൾ അറിയാനും തുടർന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള സമയം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയെടുത്ത് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് എന്ന് പറയുന്നത് അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശപ്രകാരം ആണ് ഞങ്ങളിതെല്ലാം ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക്